എല്ലാവർക്കും നമസ്കാരം. തുടങ്ങല്ലേ. സകൃതകൃതാവായ നാട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന കഥാപ്രസംഗം പോത്തും പൊറോട്ട നാടകവും. തിരക്കഥ നിഷാൻ പാൽക്കുപ്പി. ആക്ഷൻ ആൻഡ് സംഭാഷണം ഷാജഹാൻ ബ്രാക്കറ്റിൽ പോത്ത്. ഈ കഥ നടക്കുന്നത് അങ്ങ് വിദേശ നാടുകളിലല്ല, മതസൗഹാർദ്ദവും മനുഷ്യത്വവും ഒരുപോലെ നിലകൊള്ളുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ. അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ ശാന്തി സമാധാനത്തോടെ മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പോത്തിനും പോത്തിൻ കുട്ടികൾക്കും മൂട്ടിൽ കൃമികടി. ആ കൃമികടിയിൽ തുടങ്ങുകയാണ് നമ്മുടെ കഥ. ആരെ ചതിച്ചാലും ആരെ മെതിച്ചാലും ഞങ്ങൾക്ക് വേണ്ടത് റീച്ച് മാത്രം, ഞങ്ങൾക്ക് വേണ്ടത് റീച്ച് മാത്രം. അതെ, ഞങ്ങൾക്ക് വേണ്ടത് റീച്ച് മാത്രം. അങ്ങനെ കൃമികടി മൂത്ത് നമ്മുടെ കുട്ടിപ്പോത്ത്, അതായത് പാൽക്കുപ്പി നിഷാൻ, അവന്റെ കുരുട്ടുബുദ്ധിയിൽ തോന്നിയ ഒരു വിഷം അഖിൽ മാരാറിനെതിരെ പാവപ്പെട്ട പിഞ്ചോമനകളെ വെച്ച് ഒരു വീഡിയോ ചെയ്ത് റീച്ചുണ്ടാക്കാമെന്ന്. തികച്ചും നാടകീയമായ ആ ദൃശ്യത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സ്ക്രിപ്റ്റ് നമ്പർ 1. ഇതൊന്നും അഖിലിനെ ബാധിക്കുന്ന കാര്യമല്ല. എടാ അഖിൽ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്താണെന്നോ പോലും അറിയാത്ത പിഞ്ചു അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കാനുള്ള പച്ചവെള്ളം പോലും കിട്ടാതെ പട്ടിണി കളിച്ചാകുമ്പോ നിനക്കില്ലടാ രണ്ട് മക്കള്. അവർക്ക് ഈ ഗതി വന്നിട്ടുണ്ടെങ്കിൽ നീ നോക്കണം. എനിക്കില്ലപ്പുറം. അങ്ങനെ നിഷ്കളങ്കതയുള്ള അവന്റെ മോന്തയും ആക്രോശിച്ചിട്ടുള്ള അവന്റെ സംസാരവും കേട്ടപ്പോൾ മനസ്സിൽ നന്മയുണ്ടെന്ന് കരുതി നല്ലവരായ ജനങ്ങൾ പാൽക്കുപ്പി നിഷാനെ നെഞ്ചിലേറ്റുകയായിരുന്നു. നായവൻ വീണ്ടും വന്നു, മനസ്സിൽ റീച്ചും കരുതിയിട്ട്, എന്തൊരു ചെറ്റേണ്, എന്തൊരു തെണ്ടിയാണ്. രാത്രിയിൽ റീച്ച് വന്ന് കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ട്, എന്തൊരു ചെറ്റേണ്, എന്തൊരു തെണ്ടിയാണ്. അതും മനസ്സിൽ കരുതി മുന്നോട്ട് നീങ്ങി നമ്മുടെ കഥാനായകൻ. അങ്ങനെ അവൻ സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിലിരുന്ന് സലാത്തും ദിക്റും ചൊല്ലിക്കൊണ്ടിരുന്ന ഉമ്മയെയും പെങ്ങളെയും അവൻ കാറിൽ കയറ്റി. വീട്ടിലെ ഫാനിന്റെ കാറ്റ് പോരാഞ്ഞിട്ട് നടു റോട്ടിലെ കാറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് അവർ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. അതുവഴി വന്ന ജമ്പനും തുമ്പനും ഇവന്റെ ഫിലമെന്റ് അടിച്ചു പൊട്ടിക്കുന്നതിന് പകരം കാറിന്റെ ഫിലമെന്റ് അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പറഞ്ഞ പണി നല്ല വൃത്തിക്ക് ചെയ്ത് ജമ്പനും തുമ്പനും. പിന്നീട് നടന്ന നാടകീയമായ രംഗത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സ്ക്രിപ്റ്റ് നമ്പർ 2. ഞാൻ സോഷ്യൽ മീഡിയയിലും വീഡിയോയിലും എല്ലാം വിട്ടാണ്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം എനിക്ക് എന്റെ ഫാമിലി ആയിട്ടൊന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. ക്യാമറ കൊണ്ട് വന്നിട്ട് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് എന്റെ ഫാമിലി ഉള്ളത്. എന്റെ ഉമ്മാന്റെ വീട്ടിൽ പോയിരുന്നു. കരഞ്ഞഭിനയിച്ച് തകർത്ത് നമ്മുടെ കഥാനായകൻ. ഇത് കണ്ട നല്ലവരായ ജനങ്ങൾക്ക് അവനോട് ഇഷ്ടം ഒന്നുകൂടി വർദ്ധിച്ചു. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. ഇവൻ നമ്മൾ വിചാരിച്ച കുണുവാവയല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ചോര കുടിക്കുന്ന ആട്ടിൻ തോലിട്ട കൊതുകായിരുന്നു ഇവൻ. ഇനിയാണ് ഇവൻ പ്രത്യേകം തയ്യാറാക്കിയ മാടപ്രാവിന്റെ മനസ്സും കാട്ടുപോത്തിന്റെ ശരീരവുമായി ആർട്ടിഫിഷ്യൽ പോത്തിന്റെ എൻട്രി. സ്ക്രിപ്റ്റ് നമ്പർ 3. ആരാണടിച്ചത്? അടിച്ച ആളുടെ പണ്ടം പുറത്തിടുമെന്ന് പോത്ത്. ഏയ് പോത്ത് ഞാനടാ, എല്ലാത്തിനെയും കൊല്ലടാ, അവസാനം മൂഞ്ചത് ഞാനടാ, അത് ഞാനടാ. അങ്ങനെ മാസ് ബീജിയം ഇട്ട് പോത്തിന്റെ എൻട്രി. ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല അവരുടെ റീച്ച്. നമ്മുടെ പാൽക്കുപ്പിയുടെ അടുത്തെത്തി അടുത്ത നാടകം. അതൊന്നും നമുക്ക് എത്തി നോക്കാം. സ്ക്രിപ്റ്റ് നമ്പർ 4. നമുക്ക് പറയാനുള്ള തരാം. ഈ ചെയ്തത് ആരാണെങ്കിലും ഉള്ള വണ്ടി മൊത്തം അടിച്ചു പൊളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുന്നൂറേനാല് അതിലാറും എന്തെങ്കിലും ആയി. നിങ്ങൾക്ക് ഇത് ചെയ്തത് ആരാണെന്നുണ്ടെങ്കിലും ഓനെ നിയമത്തിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. ആര് കൊണ്ടുവന്നില്ലെങ്കിലും ഞാൻ കൊണ്ടുവരും, അത് ഉറപ്പാണ്. നേരെ പോവാ CCTV എടുക്കുക. CCTV എടുത്താൽ നമുക്ക് എന്തെങ്കിലും വെറുതെ തരിക കാര്യമില്ല. അങ്ങനെ പോത്തും പോത്തിൻ കുണ്ടിയും പോത്തിൻ കുട്ടികളും അഭിനയിച്ച് തകർക്കുകയായിരുന്നു. അപ്പോഴാണ് പോത്തിന്റെ മൂട്ടിൽ ഒരു കൃമിയും കൂടി കടിക്കുന്നത്. അതെ, അടുത്ത നാടകം. ഒരു ചെക്കനെ ചില്ലറ കൊടുത്ത് അടികൊള്ളുന്നത് പോലെ അഭിനയിക്കാൻ പറഞ്ഞു പോത്ത്. ആ നാടകീയമായ രംഗത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സ്ക്രിപ്റ്റ് നമ്പർ 5. സീറോ ആയേ പോത്ത്. അങ്ങനെ ഹീറോ ആയിരുന്ന പോത്ത് സീറോയിലേക്ക് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയൊക്കെ മാസ് കാണിച്ചിട്ടും എങ്ങനെയാണ് സീറോയിലേക്ക് പോയത്? കേരളത്തിലെ ജനങ്ങൾ അരിഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് പുല്ലും വൈക്കോലും തിന്നുന്ന പോത്തിനറിയില്ലായിരുന്നു.
ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഈ കോപ്രായങ്ങൾ മൊത്തം റീച്ചിന് വേണ്ടി അഭിനയിച്ച നാടകമായിരുന്നു എന്നറിയാൻ ജനങ്ങൾക്ക് അധികം സമയം വേണ്ടി വന്നില്ല. ഇത് തിരിച്ചറിഞ്ഞ പോത്തും പോത്തിൻ കുട്ടികളും റീച്ചും വേണ്ട ഒരു കൂച്ചും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ ജീവൻ മതി, ഞങ്ങൾക്ക് ഞങ്ങളെ ജീവൻ മതി. അങ്ങനെ ആ നാറികളുടെ നാറിയ നാടകവും പൊളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉള്ള റീച്ചും പോയി തെറ്റും സമ്മതിച്ച് ഒരു നാണവും മാനവും കൂടാതെ അവർ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ആ രസകരമായ ദൃശ്യത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളിപ്പോ എന്റെ നിശാന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തിൽ ചെയ്തൊരു വിഷയമാണ്. ഇതിപ്പോ ഈ ഒരു സംഭവം ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രോബ്ലത്തിൽ പോകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. എന്ത് ആരണവനടിച്ചത് എന്ന് പറഞ്ഞ പോത്ത് എലിയായി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാൽക്കുപ്പി മോർനായ നിഷാൻ എവിടെ? ചെയ്ത തെറ്റുകൾക്ക് അവനും മാപ്പപേക്ഷയുമായി വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആ രസകരമായ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ആദ്യം തന്നെ ഞാൻ എല്ലായിടത്തും മാപ്പ് ചോദിക്കുകയാണ്. ഈ ഒരു വിഷയങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മറ്റൊരു ദേശത്തിലല്ല, ഞാൻ PSG ഗ്യാങ് നാട്ടിലെ ഗ്യാങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓൾറെഡി PSG ഗ്യാങ്ങിന് കുറേ ബാഡ് നെയിം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാനുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു. എന്ത് മാപ്പോ? നിനക്ക് കോപ്പാണ്, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എവിടെ പോയി നമ്മുടെ കഥാനായകന്റെ നിനക്കില്ലടാ രണ്ട് മക്കൾ, അവർക്കാണിത് സംഭവിച്ചതെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്രോശിച്ച നിഷാൻ എവിടെ പോയി? എന്തായാലും ഈ നാറികളുടെ പോത്തും പൊറാട്ട നാടകവും എന്ന കഥാപ്രസംഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇവരുടെ കഥ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. സ്വന്തം റീച്ചിന് വേണ്ടി ജനങ്ങളെ കോമാളിയാക്കിയ ഈ പരനാറികൾക്ക് നിങ്ങളുടെ കോടതിയിൽ മാപ്പുണ്ടോ? ഇവരെ പോലുള്ള ദുഷ്ടമനസ്സുള്ള കൃമികളാണ് നമ്മുടെ നാടിന്റെ നാശം. എന്തായാലും മറ്റൊരു നായ്ക്കള വീഡിയോ അല്ലാതെ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.